അപ്പോൾ നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന വെച്ചാൽ ഒരു യൂസ്ഡ് വീടാണ്. നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ടാവിന് സമയം മഞ്ചാടി എന്നുള്ള സ്ഥലത്ത് വരുന്ന ഒരു 7 വർഷം പഴക്കമുള്ള നല്ല ഒറ്റ നില വീടിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു 450 മീറ്റർ ദൂരം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ബസ് റൂട്ടിൽ നിന്ന് 450 മീറ്റർ ദൂരം മാത്രം വരുന്ന ഒരു വീടാണ്. റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. തൊട്ടടുത്തായിട്ട് വേറെ വീടുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി ഏരിയ, നല്ല കരഭൂമിയായിട്ടുള്ള ഏരിയ തന്നെയാണ്. ലോറി സൈറ്റ് തന്നെയാണ് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും 4,100 സെൻറ്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീട്. 3 ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന ഒരു വീട് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ സറൗണ്ടിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാ നല്ല ആൾതാമസവും കാര്യങ്ങളുള്ള ഒരു ഏരിയ തന്നെയാണ്. നമുക്ക് ടാർ ഫ്രണ്ടേജ് വരുന്ന ഒരു റോഡും കൂടെയാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ വിശേഷങ്ങളോട്ട് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വീടിനകത്ത് ഒരു കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അതിന് മുകളിലായിട്ട് അത് കവേർഡായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുമുണ്ട്. സ്ലൈഡിങ് ഗേറ്റും കാര്യങ്ങളാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ തന്നിട്ടുള്ളത്. ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീട് തന്നെയാണ്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്കൊരു വീടിന് വരുന്നത്. ഫ്രണ്ടിൽ നമുക്കൊരു ഡോക്കേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടും കൂടെയാണ്. നമുക്ക് പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. സിറ്റൗട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സിറ്റൗട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. 12x6 ഡയമെൻഷൻ വരുന്ന ഒരു അടിപൊളി സിറ്റൗട്ട്. ഫ്രണ്ടിൽ നമുക്ക് 2 എൻട്രൻസിന് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ തടിയിലാണ് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് എലഗൻറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫ്രണ്ട് ഡോറാണ് നമുക്ക് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോവാം. സിറ്റൗട്ട് വഴി നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ കോൺസെപ്റ്റിൽ വരുന്ന വലിയ സ്പേസ് ഉള്ള ഒരു ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ കോൺസെപ്റ്റ് വരുന്ന ഒരു സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും 22x14 നമുക്ക് ഈ ഒരു ഏരിയയ്ക്ക് നമുക്ക് ഡയമെൻഷൻ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷൻ ആക്കി നമുക്ക് കൊടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് ഡെക്കോർ ഐറ്റംസും കാര്യങ്ങൾ കീപ്പ് ചെയ്യാനുള്ള സ്പേസ്, അല്ലെങ്കിൽ നമുക്ക് ബുക്ക് ഷെൽഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. തൊട്ട് ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് ഇവിടെയാണ് അറേഞ്ച് ആക്കി വന്നിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു കിച്ചൺ നമുക്ക് വരുന്നത്. കിച്ചണെല്ലാം നല്ല വിശാലമേറിയൊരു കിച്ചൺ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല അടിപൊളിയുടെ ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസ് നമുക്ക് ഫ്ലോറിങ്ങിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളും സ്പേസിന് വേണ്ടിയിട്ട് പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും. കിച്ചണിൻ്റെ ക്യാബിനറ്റ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു സ്പേസിലും അതുപോലെ താഴെയും അല്ല മുകളിലുള്ള സ്പേസിൽ നമുക്ക് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളെല്ലാം പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമുക്ക് ബെഡ്റൂംസിലോട്ട് നമുക്ക് പോവാം. നമുക്ക് 3 ബെഡ്റൂംസാണ് ഈ ഒരു വീടിന് വരുന്നത്. ഒരെണ്ണം ആ ഒരു ഭാഗത്ത്, ബാക്കി 2 വരുന്നത് ഈ ഒരു 2 സൈഡിലായിട്ടാണ് ബെഡ്റൂംസ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് വരുന്ന എല്ലാ ബെഡ്റൂംസുമാണ് നമുക്ക് ഈ ഒരു വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. 12x12 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് തന്നെ നമുക്ക് വരുന്നുണ്ട്. ക്യാബിൻ നമുക്ക് ഓൾറെഡി ഇവിടെ വാൾ റൂംസും കാര്യങ്ങളും ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു റൂമിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യം തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ടൈൽസ് എല്ലാം നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം നമുക്ക് 10x12 ഡയമെൻഷൻ വരുന്ന ബെഡ്റൂം സൈസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു റൂമിന് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 12x12 ഡയമെൻഷൻ വരുന്ന ബെഡ്റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഒരു വാൾ റൂംസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു മോഡലിലെ വാൾ റൂംസാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമും നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും.
അപ്പോൾ നമ്മുടെ ഈ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള തച്ചോട്ടാവ് മൂങ്ങോളിലുള്ള ഒരു യൂസ്ഡ് വീട് നമുക്ക് 100 സെൻറ്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും വെറും 38 ലക്ഷമാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റും കൂടെയാണ് ഈ 38 ലാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ടോ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും ആണെങ്കിലും ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിലും ഞങ്ങൾ തന്നെ ഹോം ലോൺസ് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും കസ്റ്റമേഴ്സിന്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക.